ഉസ്താദ് സൈനുദ്ദീൻ നായിമി ഉസ്താദ് അവർക്ക് ആദ്യമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ സാദർമാന്യം മുജിബാബി ഉസ്താദ്, നമ്മുടെ മഹല്ലത്തെ മുഹമ്മദ് നായിം ഉസ്താദ്, നമ്മുടെ കമ്മിറ്റി ഉപദേശ സമിതി അംഗം അലീഫ ഹാജി, അതേപോലെ മൂസ ഹാജി, നമ്മുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് കൂടിയായ ഇബർ ബാബു ഉസ്താദ്, അത് നമ്മുടെ എവൈസപ്പിൻ്റെ കമ്മിറ്റികളായ പ്രവർത്തകരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മേടിച്ചിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിലാഷമായിരുന്നു നമ്മുടെ പള്ളി പുനരുദ്ധാരണ പദ്ധതി എന്നത്. അൽഹംദുലില്ലാഹ് അതിനുള്ള വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് നാം ആലോചിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ഇതിൽ മുഖ്യമായ പങ്ക് വഹിക്കുവാനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നേടുവാനുമുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി ഒന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ മഹത്വങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നഈം ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ തിരുവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ, ഈ മഹലിന്റെ ഭാരവാഹികൾ, ഉപദേശക സമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഉമ്മമാർ, ഞാനിങ്ങോട്ട് ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ ക്ലാസ്സൊക്കെ എടുത്തിട്ട് പോവാം എന്നുള്ളതാണ്. നിങ്ങളെ കണ്ടതോടുകൂടി കൂടുതൽ ക്ലാസ് എടുക്കണമെന്നല്ല, എത്രയും പെട്ടെന്ന് നിർത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്രയും വിശാലമായ രൂപത്തിൽ ഒരു ഏകദേശം ഇവിടെ എത്ര വീടുകളുണ്ടാവും ഈ മഹല്ലിന്റെ? അതത്രേ ഉള്ളൂ. എൻ്റെ മഹല്ലിൽ ഏകദേശം 900ഓളം വീടുകളുണ്ട്. ഇങ്ങനെ ഒരു കുടുംബസംഗമം വിളിച്ചാൽ ഏകദേശം ഒരു 18 പേര് പങ്കെടുക്കും. അൽഹംദുലില്ലാഹ്, ഇത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ചെറുപ്പക്കാരും ഉമറാക്കളും ആലിമീങ്ങളും സഹോദരന്മാരും സഹോദരിമാരും പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊരു കുടുംബസംഗമം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി നിന്നപ്പോൾ തീർച്ചയായും ഈ പള്ളിയുടെ പണി എന്നാണോ തുടങ്ങുന്നത് അത് തുടങ്ങി വെച്ച് ഒരു 6 മാസത്തിനുള്ളിൽ എന്തായാലും പള്ളി പണി തീരും. അത്രയുണ്ടല്ലേ?
എത്രയാണ്? ചുരുങ്ങിയത് 6 മാസം. നമ്മുടെ ലക്ഷ്യം ഈ പള്ളി പൊളിച്ച്, ബാബരി പൊളിച്ചതുപോലല്ല, പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒന്നും കൂടി വികസനവും അതുപോലെ തന്നെ പഴമയൊക്കെ നിന്ന് മാറി ഒരു പുതിയതായ രൂപത്തിൽ പള്ളി നിർമ്മിക്കുമ്പോൾ ഇഖ്ലാസും തഖ്വയും ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തോന്നണം. അല്ലാതെ നല്ല ടൈലുകളിട്ട് ഈ മാർബിളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ചൊറുക്കുള്ള മാർബിളൊക്കെ ഇട്ട് എന്നിട്ട് നമ്മുടെ ശ്രദ്ധ തെറ്റുന്ന രൂപത്തിലുള്ള പള്ളികളായി മാറരുത് എന്നിടക്കൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പള്ളിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര ലക്ഷമാണോ അത്രയും ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ വിചാരിക്കാൻ കിട്ടൂല അല്ലേ? പക്ഷെ കിട്ടും. ഞാൻ വേറെ മുഖ്യപ്രഭാഷണത്തിൽ ഉദ്ദേശിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയാൽ അലക്ഷം കിട്ടൂല. അപ്പൊ നമ്മൾ അവിടെ ഈ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളൊരു പ്രതിജ്ഞ, ഈ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് എന്നാൽ കഴിയുന്നത് ഏറ്റവും വലുത് എന്താണോ അത് ഞാൻ കൊടുക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടാവണം. പള്ളിയുടെ പോരിശയും പോരിമയും അതിന്റെ വീശവും പറഞ്ഞറിയിക്കേണ്ട ഒരാവശ്യം ഇവിടെയില്ല. അത് അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടമായി ചെറുപ്പക്കാരും ഉമറാക്കളും ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഈ മഹലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് ഒരു ആലിമാണെന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ മഹലിൽ തെരഞ്ഞെടുപ്പെടുന്നു. അവിടെ 3 പാനലുകൾ വന്നു. അധികാര വടംവലി അവസാനം രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2 പാനലുകൾ സമവായത്തിലെത്തി അവിടെ വിജയിക്കുകയാണ്. ഒരൊറ്റ ആലി പോലും ഇല്ല. 900ഓളം വീടുകളിൽ ഒരൊറ്റ ആലിമിനെ പോലും കയറ്റാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ആലിമാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. ഉന്നതരായ പണ്ഡിതരുണ്ട്, ഉപദേശക സമിതി അംഗങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവരോടൊപ്പം നിൽക്കാൻ പറ്റിയ ഉമ്മമാരും സഹോദരിമാരും ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സ് എന്തുകൊണ്ടും ധന്യമാണ്. നമ്മളൊക്കെ നല്ല ഉഷാറോടെ നല്ല മനസ്സറിഞ്ഞ രൂപത്തിൽ ഈ സദസ്സ് കഴിഞ്ഞ് പിരിയുമ്പോഴേക്കും നമ്മുടെ പള്ളിയുടെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വരണം. അത് ഇങ്ങനെയൊക്കെ 6 മാസം എന്ന് പറഞ്ഞത് നീട്ടിക്കൊണ്ടു പോവേണ്ടതില്ല. എത്രയും പെട്ടെന്ന് അത് നടത്തണം എന്ന മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിത്രീകരണം ഓരോരുത്തരുടെയും മനസ്സിൽ വേണം. പ്രത്യേകിച്ച് കമ്മിറ്റി ഭാരവാഹികളുടെ എന്നാൽ പെട്ടെന്ന് നടക്കും. അങ്ങനെയാണ് ഏതൊരു കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ വിശ്ലേഷണം ചെയ്യണം. നമ്മുടെ മനസ്സിലിങ്ങനെ അതിനെങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ അതിന് കല്ലെത്ര, കമ്പി എത്ര, അതിന് സിമെന്റ് എത്ര, അതിന് അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതിങ്ങനെ ചർമ്മിത ചക്രം വലിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ അത് സംരക്ഷിക്കപ്പെടുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അവ പെട്ടെന്ന് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, ദീനിനു വേണ്ടി ഇന്നാലിനൊരു കാര്യം, അതൊരു കിണർ കുഴിച്ചു കൊടുക്കാൻ ആരാണ് തയ്യാറാവുക? അന്നത്തെ സാമ്പത്തികമായി ഉന്നതിയിലുള്ള കുറച്ചു പേരേ ഉള്ളൂ. അവിടെ നിന്ന് അവർ എഴുന്നേറ്റു, അതിനെന്ത് ചെലവ് വേണമെങ്കിലും ഞാൻ കൊടുക്കാമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ചരിത്രത്തിന്റെ ഓരോ ഏടുകളിലും മഹദിമാരെ കുറിച്ച് പറയുന്നത് കാണാം. ആ മഹദിമാർ ദീനിന് വേണ്ടി എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ യുദ്ധക്കളത്തിലേക്ക് അവരുടെ ഭർത്താക്കന്മാരെ മക്കളെ പറഞ്ഞേക്കുകയും എന്താണ് അതിലേക്ക് വാങ്ങാൻ ആവശ്യമുള്ളത്, അവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് ദീൻ നിലനിർത്താൻ
അതൊക്കെ സഹോദരിമാർ കൊടുത്ത ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അള്ളാഹുവിന്റെ ദീൻ അല്പം പറഞ്ഞ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒരു നല്ല കമ്മിറ്റി ഇൻഷാ അല്ലാഹ് നിലവിൽ വരുമ്പോ ആ കമ്മിറ്റിയുടെ കയ്യിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഞെട്ടേണ്ടതില്ല. ഒരു 10 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ ഈ സദസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനിത് വെറുതെ പറയുന്നതല്ല, വെറുതെ ഒരു മുഖ്യ പ്രഭാഷണത്തിൽ വന്നതല്ല. നാനാ തുറകളിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഴിവതും നല്ല പരിശ്രമം നടത്തി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ നമ്മളെ കൊണ്ട് ഐഡിയകൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നത്. ദീനീ പ്രവർത്തനം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ ഒരു ഹദീസ് പറഞ്ഞു. എന്താണ് ഹദീസിന്റെ ആശയം? ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഈ ഭൂമി ലോകത്ത് ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ അതുപോലെയുള്ള ഒരു പള്ളി അല്ലെങ്കിൽ ഒരു വീട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു. നിർമ്മിച്ചു കൊടുക്കുന്നല്ല, നിർമ്മിച്ചു കഴിഞ്ഞു. ഒരാ സ്വർഗത്തിൽ അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മുഞ്ചുള്ള ഒരു വീട് കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അപ്പൊ നമ്മൾ ഈ പള്ളി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനെ ആരാധിക്കാൻ. പള്ളി എന്ന് പറയുന്നതിന് അറബിയിൽ മസ്ജിദ് എന്നാണ് അർത്ഥം, അഥവാ സുജൂദ് ചെയ്യുന്ന സ്ഥലം. സുജൂദിന് പ്രത്യേകതയുണ്ടല്ലോ. സുജൂദിന്റെ പ്രത്യേകത എന്താണ്? മറ്റു ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് സുജൂദ് എന്ന് പറയുന്നത്. നമ്മുടെ ഇബാദത്തിൽ, നിസ്കാരത്തിൽ കൈകെട്ടൽ, റുക്കൂഅ്, ഇഅ്തിദാല് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുജൂദ്. പക്ഷേ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അതിൽ മുൻഗണന സുജൂദിനാണ്. അതുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുക, അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുക. കുനിഞ്ഞു നിൽക്കൽ മാത്രമല്ല, നേരെ വീണ് ആ സുജൂദിന്റെ ആ സാഷ്ടാംഗം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ, സുജൂദിനെ പറയുന്നിടത്തൊക്കെ പലജാതി സുജൂദുകളെ പറ്റി പറയുന്നുണ്ട്. സഹവിന്റെ സുജൂദിനെ പറ്റി പറയുന്നുണ്ട്, തിലാവത്തിന്റെ സുജൂദിനെ പറ്റി പറയുന്നുണ്ട്. സഹവിന്റെ റുക്കൂ ഉണ്ടോ? ഇല്ല. സഹവിന്റെ ഇഅ്തിദാലുണ്ടോ? ഇല്ല. എന്നാൽ സുജൂദിനെ പറ്റിയാണ്. ആവശ്യങ്ങൾ നിറവേറാൻ മാത്രം വെറും സുജൂദ് ചെയ്താൽ കഴിയുമെന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുജൂദ് ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ആ കരഞ്ഞ കണ്ണുകൾ സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സുജൂദിന് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. ഒരു പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ, ആ സ്ഥലം വഖഫ് ചെയ്താൽ, പിന്നെ ആ പള്ളിയോടനുബന്ധിച്ചു വരുന്ന എത്ര ആകാശം മുട്ടുന്ന എടുപ്പുകൾ എടുത്താലും അതൊക്കെ പള്ളികൾ തന്നെയാണ്, അതൊക്കെ പള്ളിയാണ്. അങ്ങനെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കുന്ന കൂലി, അവിടെ നിസ്കരിക്കുന്നതിന്റെ കൂലി, അവിടെ ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂലി, 1000ഓളം വീടുകളിൽ ബുർദയും അങ്ങനെ തുടങ്ങി 228 ഖത്മുൽ ഖുർആൻ ഓതിയിട്ടാണ് ആ മീലാദ് ക്യാമ്പയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സജീവമായി എല്ലാ നിലക്കും ഇടപെട്ട സഹോദരിയാണ് ഈ നസീമ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ നസിത്ത എന്ന് വിളിക്കുന്ന സഹോദരി. ആ സഹോദരി അവസാന നിമിഷത്തിൽ ഞങ്ങൾ തൊട്ടടുത്തൊരു മദ്രസയുടെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തുൽ ഖുർആനിലെ സഹോദരിമാരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു, നമുക്ക് ആ മദ്രസയുടെ നിർമ്മാണത്തിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുത്തുകൂടെ? അപ്പൊ ഞങ്ങൾ പ്രഖ്യാപിച്ചു 2 ലക്ഷം കൊടുക്കാം. സഹോദരിമാർ മാത്രം ഈ 2 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഈ നസീമ എന്ന് പറയുന്ന സഹോദരി അതിനുവേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ടു. ഓരോരുത്തരെയും കണ്ടു ലിസ്റ്റ് ചെയ്തു വെച്ചു. കുടുംബങ്ങളിലുള്ളവരെ, അയൽബന്ധങ്ങളിലുള്ളവരെ, നസീമയുമായി ബന്ധപ്പെട്ട ആരൊക്കെ
ആരൊക്കെയുണ്ടോ ആ കൂട്ടുകാരികളെയൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരോടൊക്കെ ഈ മദ്രസക്ക് വേണ്ടി പണം ചോദിച്ചു. അവർ 1496 രൂപ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1496 ജന്മദിനത്തിന്റെ ഭാഗമായി 1496 രൂപ ഓരോരുത്തരും കൊടുക്കാൻ തുടങ്ങി. അവസാന സമയമെത്തി, മീലാദ് ക്യാമ്പയിൻ സമാപിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് 2 ലക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ദിവസം അഥവാ മീലാദ് ക്യാമ്പയിന്റെ സമാപനം നടക്കാൻ ഇനി ഒരു 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഇനി 25,000 രൂപ കൂടി പൊക്കണം. അതിനുവേണ്ടി എന്തു ചെയ്യും? ഈ നസീത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 25,000 പൊക്കാതെ എന്റെ മരണം നടന്നാൽ, 25,000 പൊക്കാതെ മരണം നടന്നാൽ ഞങ്ങൾ ഏറ്റെടുത്ത വാഗ്ദാനം അത് ഇല്ലാതെയായാൽ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കാണിക്കണം. ഞാനപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞു, പേടിക്കണ്ട, റബ്ബ് ഒരു വഴി കാണിച്ചു തരും. 2 ലക്ഷത്തിലേക്ക് 25,000-ഓളം രൂപ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റബ്ബ് അത് കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ ആ സഹോദരി ചെയ്ത പണി എന്താ അറിയോ? റബീഉൽ അവ്വൽ 25-ന്റെ അന്നത്തെ ദിവസം ആ സഹോദരി ചാവക്കാട്ട് ഒരുമനയൂര് ഏതോ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുമനയൂർ അബുഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്ക് വിളിച്ചിട്ട് ഒരു അധിക ബന്ധമൊന്നുമില്ല. ആ ബന്ധത്തില് ഉപ്പ എന്ന വാക്ക് വിളിച്ചിട്ട് ആ ഉപ്പയോട് പറഞ്ഞു, ഞങ്ങളെ തൊട്ടടുത്തൊരു മദ്രസയുണ്ട്, അതിന്റെ പണി ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല, വല്ലാത്ത വിഷമത്തിലാണ് കമ്മിറ്റി ഭാരവാഹികൾ, കുട്ടികളാണെങ്കിൽ ഷെഡിലാണ് പഠിക്കുന്നത്, എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ ഉപ്പ പറഞ്ഞു, ഞാൻ അതിലേക്ക് 25,000 രൂപ തരാം. വല്ലാഹി തുമ്മ വല്ലാഹ്. ആ അസറിന്റെ സമയം കഴിഞ്ഞിട്ട് ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ നമ്മൾ ഉദ്ദേശിച്ച 25,000 രൂപ കിട്ടിയിരിക്കുന്നു. വല്ലാതെ സന്തോഷിച്ച് പറയുന്നതിനിടയ്ക്ക് ആ സഹോദരി പറഞ്ഞു, എനിക്ക് തലകറങ്ങുന്നു. എന്നോടാണ് സംസാരിക്കുന്നത്, എനിക്ക് തലകറങ്ങുന്നുണ്ട്. ഫോൺ ആ സമയത്ത് തന്നെ വീണു. ആ സഹോദരി സീറ്റിന്മേലായിരുന്നിരുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് തലകറങ്ങിയിട്ട് വീണിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ ശ്രദ്ധയില്ല, ഫോണാരും എടുക്കുന്നില്ല. വല്ലാത്ത വിഷമം. ഞാൻ ആ വീട്ടിലേക്ക് ബസ് കയറിയിട്ട് വെളിയങ്കോട്ട് ബീവിപ്പടി എന്ന സ്ഥലത്തിറങ്ങിയിട്ട് ആ സഹോദരിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോ ഒരു ഫോൺ, എടാ നമ്മളെ നസീത്ത മരണപ്പെട്ടു പോയി, നസീത്ത മരണപ്പെട്ടു പോയി. ഇത് കേട്ടപ്പോ പിന്നെ നടത്തം തട്ടുന്നില്ല. തൊട്ടടുത്തൊരു പടന്നേ പള്ളിയുണ്ട്, അവിടെ കയറിയിരുന്നു. വല്ലാത്ത വേദന. ഇത്രയും ദീനിയായ ആത്മബന്ധമുള്ള പെണ്ണ് 3 വർഷത്തോളം അതേ കോടിക്കണക്കിന് സ്വലാത്ത് സഹോദരിമാരെ കൊണ്ട് കുടുംബക്കാരെ കൊണ്ട് ചൊല്ലിപ്പിച്ച സഹോദരി എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഖതുമകൾക്ക് അതേ അത് കൊടുക്കാൻ, അത് ഓദിപ്പിക്കാൻ പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കളുടെ, ഒരുപാട് ഔലിയാക്കളുടെ വഫാത്തിന്റെ ദിനം വരുമ്പോ ഗ്രൂപ്പിലൂടെ ഇടുകയാണ്, ഇന്നാലിന്നാൾക്ക് ഖതുമോദണം. എന്നിട്ട് ആ ഖതുമ ഓദിപ്പിച്ചിട്ട് ഈ ലോകത്തോട് അന്നത്തെ ദിവസം ആ സമയം പോലും ആ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആ സഹോദരിയുടെ അവസാനത്തെ വോയിസ് ഇതായിരുന്നു. എന്തായിരുന്നു? എന്റെ മരണം വരാം, നിങ്ങൾ ഈ ഗ്രൂപ്പിനെ സംരക്ഷിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണോ, നല്ല സ്വലാത്തിന്റെ എണ്ണമെടുത്ത് ഉസ്താദിനെ കൊണ്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും ദുആ ചെയ്യിപ്പിക്കണം. ഞാനായിരുന്നു ദുആ ചെയ്തു കൊടുക്കാൻ കാരണം അവർക്ക് വലിയ വലിയ ആലിമീങ്ങളെ കിട്ടൂല. അപ്പൊ സാധുക്കളെ അടുത്തുള്ളവരെ അപ്പൊ ദുആ ചെയ്തു കൊടുക്കലാണ്, അല്ലാതെ നമ്മൾ വലിയ ആളായിട്ടൊന്നല്ല. അങ്ങനെ ദുആ ചെയ്തു കൊടുക്കും. ആ സഹോദരി തിങ്കളാഴ്ച രാവിൽ, വളരെ പ്രധാനപ്പെട്ട രാവിലെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നു. ആ അബുഹാജി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഈ 2 ലക്ഷത്തിലേക്ക്
25,000 രൂപ സ്വരൂപിച്ചിട്ട് എന്നിട്ട് ആ മുഹാജി അന്നത്തെ രാത്രി ഓടി വരുന്നു വീട്ടിലേക്ക്. ഈ നസീമ എന്ന് പറയുന്ന സഹോദരിയുടെ ഉസ്താദാരാണ്. അങ്ങനെ അവർ ആളുകൾ കാണിച്ചു കൊടുത്തത് ആ ഉസ്താദ് അവിടെയുണ്ട്. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ 25,000 എന്റെ കയ്യിലുണ്ട്. ആ ഉപ്പമല്ലാതെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇതാ 25,000 രൂപ ഇന്നെന്റെ പൊന്നുമോള് വിളിച്ചു പറഞ്ഞതാണ്. ഞാനിതാ 25,000 രൂപ നിങ്ങളെ കയ്യിലേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, 7-ന്റെ അന്ന് ആ മുരുമലയൂരുള്ള അബുഹാജി വന്നിട്ട് പറയുന്നു, എന്റെ പൊന്നുമോൾ, എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. ആ മക്കളെക്കാൾ സ്നേഹം ഒരു നിമിഷത്തെ ഫോട്ടോട് കൊണ്ട് ഈ നസീമ എന്ന് പറയുന്ന സഹോദരിയോട് ആ 2 മക്കളെക്കാൾ വലിയ ബന്ധമായി പോയി. അതുകൊണ്ട് ആ സഹോദരി ചോദിച്ചതുകൊണ്ട്, എന്റെ മോള് ചോദിച്ചതുകൊണ്ട് 75,000 രൂപ കൂടി ഞാൻ നൽകുന്നെന്ന് പറഞ്ഞിട്ട് ആലിമീങ്ങളുള്ള സദസ്സിൽ വെച്ചിട്ട് ആ അബുഹാജി കൈമാറുകയാണ്. ഇതാ നസീമയുടെ പേര് 1,00,000 രൂപ ഈ മദ്രസയുടെ നിർമ്മാണത്തിലേക്ക്. ഞാനിതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഓരോരുത്തരുടെയും വീടുകൾ എത്ര ലക്ഷം വെച്ചുണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ആ ലക്ഷങ്ങളൊക്കെ കൂട്ടിയാൽ കോടിക്കണക്കിന് രൂപ വരും അല്ലേ? ഈ കോടിക്കണക്കിന് രൂപ ഈ 15 ലക്ഷം ചെലവഴിച്ചത് ഒരു കുടുംബം മാത്രമാണ്. എന്നാൽ പള്ളിക്ക് വേണ്ടി 40 ലക്ഷം ചോദിക്കുന്നത് എല്ലാ കുടുംബത്തിനോടുമാണ്. സിമ്പിളല്ലേ കാര്യം? നമ്മൾ ഉദ്ദേശിച്ചാൽ നടക്കൂലേ? എന്തിനാണ് സ്പോൺസർമാരെ? നമ്മുടെ നാട്ടിലുള്ളവർ ഏതോ ഒരു ഭാഗത്ത്, നാട്ടിൽ കുറെ ഭാഗങ്ങളിലുണ്ട്, നമുക്ക് നാട്ടിലുള്ളവർ തന്നെ പള്ളിയില്ല. കാരണം നമ്മളെ വീടുകളൊക്കെ നമ്മൾ മൂടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചെങ്കിൽ നമ്മളെ പള്ളി ഒന്നുണ്ടാക്കാൻ ഈ ചുരുങ്ങിയ 40 ലക്ഷം അത് നമ്മൾ ഉണ്ടാക്കി. അള്ളാഹു താല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അതിന് നല്ല തക്കതായ രൂപത്തിൽ ഹിമ്മത്തോടെ ഇജ്ജത്തോടെ ഇതിവിടെ നടക്കും, ഉറപ്പാണ്. ഇത് ഉസ്താദ് പറഞ്ഞ രൂപത്തിൽ, കമ്മിറ്റിക്കാർ വിചാരിക്കുന്ന രൂപത്തിൽ ഈ ആലിമീങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇതിവിടെ നടക്കും എന്ന മനസ്സറിഞ്ഞൊരു മനക്കരുത്തുണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40 ലക്ഷം നമ്മുടെ മുന്നിലേക്ക് കയറി വന്നല്ലോ, വേണ്ടേ? ഈ 40 ലക്ഷത്തിൽ ഒരു 14 ലക്ഷം രൂപ ഒരാള് അധികം ചെയ്തിട്ടുണ്ട് പള്ളിയിലേക്ക്. നമ്മൾ ചോദിക്കുമ്പോ സ്പോൺസർ, സംഭാവന, ഇതൊക്കെ മാറ്റി വെച്ചു കമ്മിറ്റിക്കാരോട് പ്രത്യേകം പറയും ഹദിയ എന്ന് പറയും. നമ്മൾ സ്പോൺസർ ചെയ്യും. അപ്പം കൽബിലേക്ക് ഈമാൻ വരില്ല. സ്പോൺസർ എന്ന് പറഞ്ഞാൽ, ഹദിയ എന്ന് പറഞ്ഞാൽ കൽബിലേക്ക് ഈമാൻ വരികയാണ്. അവരറിയാതെ കൊടുക്കും. ഈ സക്കാത്ത് സ്വതക്ക് കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരു രഹസ്യം കിട്ടും. ഇബ്ലീസ് നന്നായി ശക്തമായി കളിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് മരണവേള. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് നന്നായി ഈമാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അത് കൂട്ടിയിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണറപ്പന. ഇബ്ലീസ് നന്നായി പേടിപ്പിക്കുന്ന ഒരു രംഗം. രണ്ടാമത്തെ ഒരു ഭാഗ്യതാറിയോ? സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരാളോട് ചോദിച്ചാൽ നല്ല പണം ഉണ്ടാവും. അയാൾക്ക് നല്ല പണം ഉണ്ടാവും. പക്ഷെ അയാളെ കൊണ്ട് കാട്ടിപ്പോയി, ഞാനിപ്പോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇവിടെ വന്നു. ഇബ്ലീസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്യും. ഇത് ഹദീസിലുള്ളതാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കും. തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിട്ട് അത് 1000 കൊടുക്കും. അയാൾ 1 ലക്ഷം കൊടുക്കാൻ വേണ്ടിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഇബ്ലീസ് വന്നിട്ട് 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിയാണ്. നമ്മളെ സ്വർഗമില്ലാതെയാക്കാൻ, ദീനീ ബന്ധമില്ലാതെയാക്കാൻ, കൽബിലുള്ള ഈമാൻ തട്ടിത്തെറിപ്പിക്കാൻ ഇബ്ലീസ് ചെയ്യുന്ന പണി. അതിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. അതിന്റെ ഏറ്റവും എന്താ വെച്ചാൽ ഇങ്ങനൊക്കെ ഇബ്ലീസ് വരും. അതുകൊണ്ട് ആ ഇബ്ലീസിനെ ആ പരിക്ക് ഇവിടെ വേണ്ട എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. നല്ല മനസ്സിലെത്തോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ആ 40 ലക്ഷത്തിലേക്ക് ഒരാദ്യ പടി ഇവിടെ നിന്ന് കണ്ടെത്തണം. ആ ആദ്യ പടി കണ്ടെത്തിയാൽ കമ്മിറ്റി ഭാരവാഹികൾക്ക് പിന്നെ അത് പൊളിച്ച് അതിന്റെ പണികൾ ഇങ്ങനെ തുടങ്ങുമ്പോ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനുള്ള സംഭാവനകൾ വരും. ഇവിടെ നല്ലൊരു കമ്മിറ്റി, മഹല്ല് കമ്മിറ്റിക്ക് പുറമെ
ഇതിന്റെ പുനർനിർമ്മാണ കമ്മിറ്റി ഇൻഷാ അല്ലാഹ് നിലവിൽ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് വരുന്നതിന് മുമ്പ് ആ കമ്മിറ്റിയിൽ ആളുകളൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ വക ഈ പള്ളിയിലേക്ക് ഇത്ര കൊടുക്കാം. എന്റെ വീട് നിർമ്മിച്ചത് 1 ലക്ഷമല്ല, 15 ലക്ഷത്തിനാണെങ്കിൽ എനിക്കെന്തേ 1 ലക്ഷം എവിടുന്നെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ നമ്മളിങ്ങനെ പലതുണ്ടാവും. കാരണം കൊറോണ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, എങ്ങനെ പോകും. പക്ഷെ വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് എത്ര രൂപ ചെലവഴിക്കേണ്ടി വന്നാലും അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാം. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, മഹാന്മാരായ വദീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. മഹാനവറുകൾ ഉണ്ടാകുമ്പോ അവരൊക്കെ നമുക്ക് എപ്പോഴും ഒരു ആത്മീയമായ നോട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മളങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ ഇത്തരം മഹാന്മാർ നമ്മുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് ആരൊക്കെ സംഭാവന ഹദിയ പറയുന്നുവോ അവരൊക്കെ ഈ ഒരു സദസ്സിൽ വെച്ച് ആ 4 ആള് കാണാൻ വേണ്ടിയിട്ടല്ല, പിന്നെ മനസ്സറിഞ്ഞ് എന്റെ കാരണം കൊണ്ട് അയാൾ എത്ര കൊടുക്കണം എന്നത് നമുക്ക് പ്രചോദനമായാൽ അതിൻ്റെയും കൂടി നമ്മുടെ എഫ്എമ്മിലേക്ക് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് ആരാണിതിന് വലിയ സംഭാവന ഹൈറായ രൂപത്തിൽ കഴിയുന്ന സാധനം കാഴ്ചയിൽ നമ്മുടെ അക്ബർക്ക 1 ലക്ഷം രൂപയിലേക്ക് ഈ സദസ്സിൽ വെച്ച് തന്നിരിക്കുകയാണ്. അർഹമായ അല്ലാഹ് നീ അത് കബൂലാക്കണം. അല്ലാഹ് അദ്ദേഹത്തിന്റെ ഈമാനിന്റെ കനം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. മൽവിക്ക് വേണ്ടി നൽകിയ കാരണത്താൽ അല്ലാഹ് നാളെ സ്വർഗ്ഗത്തിൽ ഒരു പള്ളി, ഒരു വീട് അക്ബർക്കാക്ക് നീ നിർമ്മിച്ചു കൊടുക്കണം. അല്ലാഹ് കുടുംബത്തിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കണം. അല്ലാഹ് ബിസിനസ്സുകളിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കണം. അല്ലാഹ് ഞാനാണ് പറയുക. ഓരോരുത്തർ പറയുമ്പോൾ തന്നെ 14, 14, 24, 25 രൂപയായി. വളരെ സിമ്പിളാണ്. ഒരു 15 ലക്ഷം രൂപ കിട്ടിയാൽ മതി. ഞാൻ വിചാരിച്ചു 35 തിരിച്ചിട്ട് ഞാൻ ചിലപ്പോ പാതിരാത്രി കൊണ്ടുവരും. നോക്കുമ്പോ 15 കിട്ടിയാൽ മതി. അൽഹംദുലില്ല. ആരാ ചെറിയൊന്നും വേണ്ട പറയല്ലേ കഴിക്കുന്നത് അമ്മമാരാരോ പറയുന്നുണ്ട് കൊടുത്താൽ ഒന്നിനും കുറവല്ലോ കുട്ടികളും കുറവ് വരാനാണ് ഗ്രീസുമാകും കൊടുക്കാതിരിക്കാൻ പറയാൻ എന്തിനാണ് നമ്മൾ ജവാന്മാരാവാൻ വേണ്ടി മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമാൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് 1 പവൻ സ്വർണം റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണം. അല്ലാഹ് ചിലപ്പോ ആ സഹോദരിയുടെ കയ്യിൽ 5 കാശ് ഉണ്ടാവൂല. 1 പവൻ സ്വർണം എന്തിനെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അതാവും എടുത്തു തന്നിട്ടുണ്ടാവുക. അല്ലാഹ് എത്രയോ മഹതിമാർ സ്വർണം കൊടുത്ത് ദീനിന് വേണ്ടി പലതും ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, അവരോടൊപ്പം ഈ സ്വർഗത്തിൽ സിദ്ധയുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം. അല്ലാഹ് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കണം. അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി ഇജ്ജത്തോടെ എല്ലാ കടമകളും കടപ്പാടുകളും വീട്ടി റാഹത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്കണം. അല്ലാഹ് അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക الصالحين آمين.
برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആർക്കെങ്കിലും ഞാനിവിടെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വല്ല വിഷമങ്ങളോ ഇതെന്തിനാണ് ഉസ്താദ് ഇത്ര എങ്ങനെ ആക്കുന്നത് എന്നതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഈമാൻ കുറവുകൊണ്ടാണ്. തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം, ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് സമയം കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആഖിബത്ത് നന്നാവാൻ പ്രത്യേകം സഹോദരിമാർ, ഉമ്മമാർ, ഈ ഉമറാക്കൾ, നല്ല ഹാജിയക്കന്മാർ, ആലിമീങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.